രാജേഷേട്ടൻ ശരിക്കും ബസ് ഓടിക്കണ്ടോ? ഉണ്ട് ഞങ്ങക്ക് നല്ല പേടിയായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, അവന് ഡ്രൈവിംഗ് അറിയാത്തവനാ. അതാ ഞാൻ ചേച്ചി ബസ് ഓടിക്കാന്നൊക്കെ പറഞ്ഞ വേറെ സീനാണല്ലോ. ഗിയറിങ്ങനെ ബസ് പോയിക്കോളും, നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയാൽ മതി. അത് അവൻ കറക്റ്റായിട്ട് നിർത്തിയതോ. ബസ് ഓടിക്കുന്നതും ബസ് പോയിക്കോളൊന്നും കുഴപ്പമില്ല, പക്ഷെ ഉള്ളിലെ ആൾക്കാർ ഇരിക്കണ്ടല്ലോ. പക്ഷെ അത് അവരെ സമ്മതിക്കണം. വേറൊരു ആക്ടർ ആണെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും വേറെ ഡിവൈസിലൂടെ ചെയ്യാൻ പറഞ്ഞാനെ. കാറ് പോലും ഓടിക്കാത്ത ഒരാള് ബസ് ഓടിക്കാന്ന് പറഞ്ഞാൽ കയ്യും കാലും പറിച്ചിട്ട് പാടുന്നു. പക്ഷെ രാജേഷ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അവന്റെ ധീരൻ, അതാണ് ധീരൻ എന്ന് പറയുന്നത്. ഞങ്ങളെ ധൈര്യവും സംഭവിക്കണം. ഇവള് കുറച്ചു നേരം ബസ്സിലുണ്ടായിരുന്നുള്ളൂ, ഞങ്ങള് കുറെ ദിവസങ്ങളോളം ആംബുലൻസിലായിരുന്നു. അതിന്റെ ഡ്രൈവർ ശബരീഷ്. ഡ്രൈവിംഗ് അറിയാന്ന് പറയാം. ഇത് പറയുന്നത് വെച്ചാൽ പട്ടി കാറ് പോലും ഓടിക്കാത്ത ആളാണ് ബസ് ഓടിച്ചത്. അത് കറക്റ്റാണ്. പക്ഷെ അധികം ഷോർട്സ് ഉണ്ടോ ബസ്? ഇല്ല, ഇടയ്ക്ക് ചില സ്ഥലത്തൊക്കെ രാജേട്ടന്റെ ഫേസ് കാണുന്നത് രാജേട്ടൻ തന്നെ ഓടിക്കണായിരുന്നു. ബസ് സ്റ്റേഷനിൽ ഇത് സ്റ്റാൻഡിലേക്ക് കയറ്റുന്നതൊക്കെ. അപ്പൊ അതൊക്കെ ചെയ്തപ്പം എല്ലാരും പ്രാർത്ഥിച്ചെങ്കിൽ ബസ്സിൽ കുറെ പേരുണ്ടായിരുന്നു അല്ലേ? ഫുൾ ആൾക്കാരായിരുന്നു, നിറയെ ആൾക്കാരായിരുന്നു. പക്ഷെ അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു തോന്നുന്നു രാജേട്ടന് വണ്ടി ഓടിക്കാൻ. അത് കൂടെ പറഞ്ഞ ആൾക്കാർ ആരും കയറില്ലല്ലോ, നിങ്ങൾക്ക് മാത്രം അറിഞ്ഞാൽ മതി. അത് തന്നെ എങ്ങനെ ഇരുന്നു അതിൻ്റെ ഉള്ളിൽ. ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഡ്രൈവിംഗ് അറിയാത്ത സമയത്ത് ആണ് ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമയിൽ കാർ ഓടിക്കണേ. അതായത് പാച്ചുവും അത്ഭുത വിളക്കും എന്ന് പറഞ്ഞ സിനിമയിൽ വിനീതന്റെ ഡ്രൈവറാണ് പീറ്റർ. അപ്പൊ അത് ബെൻസോ BM അങ്ങനത്തെ എന്തോ വലിയ വണ്ടിയാ. ഞാൻ അന്നേ വരെ ഒരു കാർ ഓടിച്ചിട്ടില്ല. പക്ഷെ ഈ ക്യാരക്ടർ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡ്രൈവിംഗ് അറിയില്ല എന്നും പറഞ്ഞില്ല. ഞാൻ കയറിയിരുന്നു. പിന്നെ ഓട്ടോമാറ്റിക് അല്ലേ, അതുകൊണ്ടൊരു സമാധാനം ഉണ്ടായി. എന്നാലും പറയില്ലായിരിക്കുന്നേ വിനീതേട്ടൻ അവർക്ക് അറിയോ ഡ്രൈവിംഗ് അറിയില്ല? ആരോട് ഞാൻ പറഞ്ഞിട്ടില്ല. ബോംബെ പോലീസിന് പോലും അറിയില്ല. ബോംബെയിലെ ഓടിച്ചേ. ഇപ്പൊ വിനീതേട്ടനെ കണ്ടില്ല, ഇപ്പോഴെങ്കിലും വിനീതേട്ടൻ അറിയോ? അന്ന് ഡ്രൈവിംഗ് അറിയില്ല. ഞാൻ ഇതുവരെ ആദ്യമായിട്ടാണ് ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നത്. അങ്ങനെ ഞാൻ കാർ ഓടിക്കാൻ പഠിക്കാനുള്ള ധൈര്യം തന്നെ എനിക്ക് ഉണ്ടായത് സിനിമയിലൂടെയാണ്. അതിനുശേഷം ഞാൻ പത്രോസിന്റെ പടപ്പുകൾ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, അതിനകത്ത് കാർ ഓടിച്ച്. പിന്നെ ഒരുപാട് സിനിമകൾ പിന്നെ കാറും ജീപ്പും ഒക്കെ ആയിട്ട്. പിന്നെ വേറൊരു സാധനം, ഈ സിനിമയിൽ ഒരു വാഹനം ഓടിച്ചു. അത് സർപ്രൈസ് ആയതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ. അത് പറയണില്ല. ഞാൻ അറിയില്ല അല്ലേ, പടം കാണുമ്പോൾ മനസ്സിലാവും. ജാനമൻ പിന്നെ അതൊരു സഞ്ചരിക്കുന്ന ഇവന്റ് മാനേജ്മെന്റ് ഓഫീസാണല്ലോ. പണ്ട് ഒരു കഥ ഉണ്ട്, NF വർഗീസ് സാറല്ലേ. NF വർഗീസ് സാറിന് ഡ്രൈവിംഗ് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പടമല്ല, അദ്ദേഹത്തിന് ഒരു മേജർ ബ്രേക്ക് ത്രൂ കിട്ടിയ ആകാശദൂത് എന്ന സിനിമയില് ഒരു ലോറിയാണ്. അപ്പൊ ഒരാഴ്ച കൊണ്ട് അദ്ദേഹം ഡ്രൈവിംഗ് പഠിച്ചിട്ടാണ് ആ പാൽക്കാരൻ കേശവനായിട്ട് അദ്ദേഹം വന്നത്. അപ്പൊ ആ കഥ എന്റെ മനസ്സിലുള്ളത് കൊണ്ട് എനിക്കതൊരു പറ്റായിക്കൊന്നുമില്ലല്ലോ, എല്ലാരും ഓടിക്കുന്നതല്ലേ. എല്ലാവരും അപ്പന്മാരും അമ്മമാരും വരെ കാർ ഓടിക്കുന്നു. പിന്നെന്താ നമുക്ക് ബുദ്ധിമുട്ടുന്ന രീതിയിൽ ഓടിച്ചു. പക്ഷെ എന്നാലും രാജേഷിന്റെ ധൈര്യത്തിനെ കുറച്ച് കാണുന്നില്ല. രാജേഷിന്റെ ധൈര്യമാണ് ഇവിടെ ചർച്ച. ഈ വണ്ടി ഓടിക്കുമ്പോഴേ നമ്മൾ ഓടിക്കാൻ അറിയാത്ത ഒരാൾ ഓടിക്കുമ്പോ അത് എന്തായാലും എവിഡന്റ് ആവുമല്ലോ, അത് തോന്നി പിന്നെ ഈ സിനിമയിൽ കൂടുതൽ പോയാലും സെക്കൻഡ് ഗിയറിന് തേർഡ് ഗിയറിന് ഒന്നും മേളിൽ പോകില്ല സിനിമയിൽ. അതിന് മുന്നേ കട്ട് പറയും. അപ്പോ ആ ഒരു ധൈര്യം പിന്നെ അത് മാനേജ് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ. ചെയ്യാതിരിക്കാം, ചിലപ്പോൾ കുളമാവാം, പോയി ഇടിക്കാം, പലതും സംഭവിക്കാം. പക്ഷെ രാജേഷിനെ സംബന്ധിച്ചാണെങ്കിൽ എന്നെ സംബന്ധിച്ചാണെങ്കിൽ അത് സംഭവിച്ചില്ല. നമുക്ക് എന്തോ ഭാഗ്യമുണ്ട്.